Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1270 മലയാളം മാങ്ക ഡീറ്റെയിൽ ആയുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. ആൻഡ് ഈ ചാപ്റ്ററിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് 2025 ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ കൂടിയാണ് ഈ 1770. സോ അധികമൊന്നും പറഞ്ഞ് ആരും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. കുറച്ച് ദിവസവും പിന്നെ ഈ വീഡിയോ കൃത്യമായ സമയത്ത് ഇടാൻ സാധിക്കാഞ്ഞത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു വെക്കേഷന് പോയിരുന്നതുകൊണ്ടാണ്. സോ ഇനി എന്തായാലും ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി പഴയ പോലെ ആ ട്രാക്കിലേക്ക് നമ്മൾ മാറാൻ പോകുകയാണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമുക്ക് ചെറിയൊരു കവർ പേജ് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയായിട്ട് നമ്മുടെ ജിംബെ അതേപോലെ ബാക്കിയുടെ എല്ലാ സ്ട്രോ ഹാറ്റ്സും ഉണ്ടായിരുന്നു. നമ്മുടെ ജിംബെ ആട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഈൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് ക്ലർക്കായിട്ട് നിൽക്കുകയും ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും തൻ്റെ കുഞ്ഞ് അതായത് തൻ്റെ ചൈൽഡ് ഫോമിൽ അവിടുന്ന് ടിക്കറ്റ്സ് മേടിക്കാനായിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ഈ ചാപ്റ്റർ ഒഫീഷ്യലി തുടങ്ങാൻ നേരത്ത് തന്നെ നമ്മുടെ ലോക്കി ബാക്കിലേക്ക് തെറിച്ച് വീഴുവാണ്. അതേസമയം തന്നെ ആ ഒരു ഹാമറും അവിടെ വന്ന് വീണിട്ടുണ്ട്. അതൊരു സ്നീക്ക് അറ്റാക്ക് ആയിരുന്നു. ലോക്കിക്ക് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് അവൻ എഴുന്നേറ്റ് അകത്തേക്ക് വീണ്ടും നടന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നായെ ആരാണ് ഹാമർ എൻ്റെ നേരെ അറിഞ്ഞത്, പുറത്തേക്ക് വന്ന് പറഞ്ഞ് അവൻ നേരെ ആ റൂമിൻ്റെ അകത്തേക്ക് കയറി. നീയൊക്കെ എവിടെ വിളിച്ചിട്ടും കാര്യമില്ല, ആരെങ്കിലും ഇവിടെ കാണുമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അകത്തേക്ക് കയറും. എന്തൊക്കെ വന്നാലും ഞാൻ ഈ ഡെയിൽ ഫ്രൂട്ട് കഴിക്കുമെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ലോക്കിക്ക് അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. എന്നാൽ ഏതൊരു മൃഗത്തിൻ്റെ സൗണ്ടും അവന് നന്നായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ആ ടൈമിലാണ് അവൻ ആ ഹാമർ ശ്രദ്ധിക്കുന്നത്. ആ ഹാമറായിട്ട് നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കുകയും അതേപോലെ തന്നെ താഴത്തുണ്ടായിരുന്ന ആ ഒരു ഫ്ലോർ ക്രാക്ക് ആകാൻ തുടങ്ങുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ലോക്കി ചാടുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഈ ഒരു ഹാമറിന് ഇത്രയധികം വെയിറ്റ് ഉണ്ടോ, ഈ സ്ഥലം തന്നെ പൊളിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് ലോക്കി അവിടെ നിന്ന് ചാടുകയും അത് മാത്രമല്ല ചാടി എങ്ങനെയൊക്കെ അവൻ നേരെ മുകളിലേക്ക് ചാടി രക്ഷപ്പെടാനും നോക്കും. കോപ്പ് ഈ ക്യാസിൽ തന്നെ പൊളിഞ്ഞു വീഴുവാണല്ലോ. ഈ ടൈമിലാണ് നമ്മുടെ ഹാറൽ ആ ഒരു കാര്യം പറയുന്നത്, ലോക്കി നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ഈ ജനറേഷനിലായിട്ട് നമ്മളെല്ലാവരും ആ ഡെവിൾ ഫുഡിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് സെഞ്ചുറീസ് ആയിട്ടും കഴിക്കാതെ പോയത് അത് ചോയ്സ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, പകരം ആർക്കും അത് കഴിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണ്. ഈ ടൈമിൽ തന്നെ ഹാറിൻ്റെ ബാക്കിയുള്ള സോൾജേഴ്സ് എല്ലാം അവരുടെ സോഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഹാറിൻ്റെ ശരീരത്തിലേക്ക് കുത്തി ഇറക്കിയിട്ടുണ്ട്. കാര്യം റാഗ്നർ ഇതുവരെ ആരെയും വേർത്തിയായിട്ട് കണ്ടിട്ടില്ല. ഈ സമയം തന്നെ ആ ഒരു ഹാമർ റാഗ്നർ എന്ന് പറഞ്ഞ ആ ഒരു ഹാമർ നമ്മുടെ ലോക്കിനെ അറ്റാക്ക് ചെയ്യും. ലോക്കിയായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാനും നോക്കുന്നുണ്ട്. എന്നിട്ട് ഹാറിൽ പറയുകയും ചെയ്യും, പക്ഷേ എൻ്റെ ഇപ്പോൾ ഉള്ള ശക്തി ഉണ്ടെന്ന് പറയുന്നതിന് മുമ്പ് പെട്ടെന്നാണ് സൈഡിൽ കൂടെ ഒരു സോഡും ഒരു ആക്സും വന്നിട്ട് നമ്മുടെ ഹാറിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് അവൻ്റെ ആ ഒരു റൈറ്റ് കാലുണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് മുറിച്ച് കളയുന്നുകൊണ്ട്. ഇതേ സമയം ഗബാൻ പറയുകയും ചെയ്യും, അവൻ്റെ വൂൺസ് നന്നായിട്ട് തന്നെ അവനെ വേദനിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവൻ്റെ ഹീലിംഗ് എബിലിറ്റീസിന് നമ്മുടെ കൂടെ പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല, ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇവൻച്വലി ഒരു കോർണറിലേക്ക് പോകുന്നതായിരിക്കും. അത് മാത്രമല്ല ഇവനെപ്പോലുള്ള എല്ലാത്തിൻ്റെ വീക്ക്നെസ് കോൺഗ്രസ് ഹാക്കി തന്നെയാണ്. ഗബാനെന്നും വിളിച്ചുകൊണ്ട് പെട്ടെന്നായിരുന്നു ഗബാൻ്റെ ഷാങ്സിനെ നേരെ ഹാറിൽ അറ്റാക്ക് ചെയ്യുന്നത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടിട്ടാണ് നീ എൻ്റെ എതിരെ തിരിഞ്ഞത്, പിന്നല്ലാതെ ഞാൻ നിന്നെ ഇങ്ങനെ വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? ആ ടൈമിൽ തന്നെ നമ്മുടെ ഷാങ്സ് ചോദിക്കുന്നുണ്ട്, ഗബാൻ സാർ താങ്കൾക്ക് ഈ ഗോഡ്സ് നൈറ്റിൻ്റെ വീക്ക്നെസ്സിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതെ ഞാൻ ഓർക്കുന്നുണ്ട്, അവർ എത്ര തവണയാണ് നിനക്ക് വേണ്ടി തിരിച്ചു വന്നതെന്ന് നിനക്കറിയാവോ? പിന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ ഗോഡ്സ് നൈറ്റിലുള്ള കുറച്ച് പേർ പറയുന്നുണ്ട്, ആ റെഡ് ഹെയർ ബോയ് അത് ഞങ്ങളുടെ ക്യാപ്റ്റൻ്റെ മകനെ പോലെയാണ് ഇരിക്കുന്നത്, മര്യാദക്ക് അവനെ തിരിച്ചു തരാനായിട്ട് നോക്ക്. ഈ ടൈമിൽ ഗബാൻ പറയും ചെയ്യും, പക്ഷേ എത്ര തവണ അവർ വന്നാലും ഓരോ തവണ അവരെ മുറിച്ച് കഷ്ണങ്ങളാക്കി ഞാൻ തിരിച്ചയക്കാറുണ്ടായിരുന്നു. ആ അത് ശരിയാണ്, ആ സുമേഷ് എന്ന് പറഞ്ഞവനില്ലേ അവൻ അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. അതൊക്കെ ഒരു വീഴല്ല ഡേയ്സ് തന്നെയാണ്. പക്ഷേ ഉള്ളത് പറയാലോ, ഞാൻ ശരിക്കും സർപ്രൈസ് ആണ്. ഹോളി ലാൻഡിലെ ഇത്രത്തോളം കേപ്പബിൾ ഉള്ള ഫൈറ്റിംഗ് ഫോഴ്സിന് പോലും കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണല്ലോ എന്ന് ഓർക്കാൻ നേരത്ത്. അത് ശരിയായിരിക്കും, പക്ഷേ അവർ തന്നെ അവരെ പറ്റി പറഞ്ഞത് ഈ ലോകത്തിന് തന്നെ രാജാക്കന്മാരും ദൈവങ്ങളും അവർ തന്നെയാണെന്നാണ്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ അവരെ തന്നെ കാണുന്നത് ദൈവങ്ങളെ പോലെയാണ്. അവർ അത്ര നല്ല ജീവിതമല്ലേ ജീവിച്ചു കൂടുന്നത് ഈ ഒരു വേൾഡിൽ. പക്ഷേ എൻ്റെ ലൈഫ് അത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരുന്നു. ഇപ്പോൾ തന്നെ നന്നായിട്ട് ചിൽസ് വരുന്നു. അതിനെയാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് വിളിക്കുന്നത്. ഈ ടൈമിൽ വീണ്ടും ഹാറിൽ അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഗബാൻ സാൻ എനിക്ക് ഹാറിനെ രക്ഷിക്കണമെന്നുണ്ട്. അതുകൊള്ളാം, നീയല്ലേ കുറച്ച് മുമ്പ് എൻ്റെ അടുക്കെ പറഞ്ഞത്, അതായത് ഒരു ഗോഡ്സ് നൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹോപ്പ്ലെസ് ആണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് അറിഞ്ഞുവിടറാ. ഇനി എന്തായാലും ലോക്കിനെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മളോടൊന്ന് പോകുന്നത് നമ്മുടെ ലോക്കിയുടെ അടുത്തേക്കാണ്. ഈ സമയത്ത് തന്നെ ലോക്കി പറയുന്നുണ്ട്, ഞാൻ വീണ്ടും പറയുന്ന ഹാമർ എൻ്റെ മുന്നിൽ നിന്ന് മാറാൻ നോക്ക്. ആ സമയത്ത് തന്നെ അത് സൗണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോഴാണ് ലോക്കി പറഞ്ഞത്, സോ നീ ബേസിക്കലി ഇവിടുത്തെ ട്രഷർ ഗാർഡിയൻ ആണല്ലേ, പക്ഷെ നിനക്ക് എങ്ങനെയാണ് അനങ്ങാൻ സാധിക്കുന്നത് പറയുന്നിടത്ത്
പെട്ടെന്നാണ് അത് മുകളിലേക്ക് പറന്നുയർന്നത്. പക്ഷേ എനിക്കെന്തായാലും മതിയായെന്ന് പറഞ്ഞിട്ട് ലോക്കി തന്റെ സർവ്വശക്തി എടുത്തുകൊണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഹാമർ കൊണ്ട് റാഗ്നറിന് നേരെ ഒരു കിടിലൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ലോക്കിയായിട്ട് ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അവന്റെ ഹാമർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോ ആയി പോവുകയും റാഗ്നറുടെ തെറിച്ച് ബാക്കിൽ വന്ന് വീഴുന്നുകൊണ്ട് ലോക്കിയായിട്ട് പതുക്കെ തിരിഞ്ഞു നോക്കാൻ നിർത്തി അവിടെ ഒരു സ്ക്യൂറലായിരുന്നു. ആ സ്ക്യൂറലിൻ്റെ തലയിലാണ് ആ ഒരു റാഗ്നർ നിൽക്കുന്നത്. അതിൻ്റെ തല നന്നായിട്ട് അതിന് വേദനിക്കുന്നുണ്ടായിരുന്നു. അതെന്തോ പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് ഹാളിലാട്ടെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ സോൾജേഴ്സിനെ വലിച്ചിട്ട് കീറുന്നുണ്ട്. ഈ ടൈമിൽ ഗവൻ പറയും ചെയ്യും, കോപ്പ് ഞാൻ ഇതുവരെ കോൺഗ്രസ് ആക്കിയുള്ള ഒരു ഗോഡ്സ് നൈറ്റുമായിട്ട് ഇതിനു മുമ്പ് ഫൈറ്റ് ചെയ്തിട്ടുമില്ല. ആ ടൈമിലാണ് നമ്മുടെ എൽഡർ ജാറിൽ ആ ഒരു ഉപദേശം കൊടുക്കുന്നത്. സോൾജേഴ്സ് ഹാളിന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, അവനൊരിക്കലും ആ ഡേൽ ഫ്രൂട്ട് കിട്ടാനായിട്ട് പാടില്ല. പിന്നെ കാണിക്കുന്നത് പല സോൾജേഴ്സും മരിച്ച് താഴത്തേക്ക് വീഴുന്നതാണ്. കാര്യം ഹാളിൽ അവരെ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുവാണ്. ഹാളിൻ്റെ ശരീരത്താകട്ടെ പല പല സോട്ട്സും കുത്തി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഹാളിൽ വീണ്ടും എഴുന്നേറ്റ് വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ലോക്കിയിലേക്കാണ് നമ്മൾ തിരിച്ചെത്തിയത്. പക്ഷേ റാഗ്നറാട്ടെ ലോക്കിയായിട്ട് സമ്മതിക്കുകയും ലോക്കിക്ക് ആ ഒരു ഡെൽ ഫ്രൂട്ട് ഹാൻഡ് ഓവർ ചെയ്യും. ലോക്കി അത് കഴിക്കുന്നുണ്ട്. പതുക്കെ തന്നെ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നന്നായിട്ട് കൂർത്ത നഖങ്ങൾ വരാനും അവൻ്റെ മുടിയുടെ ഷേപ്പ് മാറാനും പിന്നെ ഒരു വലിയൊരു അലർച്ച നമുക്ക് കേൾക്കാനും സാധിച്ചു. അതാട്ടെ ഒരു മൃഗത്തിന്റെ റോർ പോലെയായിരുന്നു. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ റാഗ്നറിന് ശരിക്കും സന്തോഷമായി. ലോക്കിയിട്ട് തിരിച്ച് അവൻ്റെ അച്ഛനുണ്ടായിരുന്ന ആ റൂമിലേക്ക് ഓടുന്നുണ്ട്. എന്നാൽ അവനവിടേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ സോൾജേഴ്സിനെ ഹാൾ കൊന്നു കഴിഞ്ഞിരുന്നു. ലോക്കി നീ അത് കഴിച്ചോ? എങ്കിലും എനിക്ക് കാണിച്ചതാ ആ ലെജൻഡറി ഡെവിൾഫിൻ്റെ പവർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ലോക്കിനെ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ലോക്കി തിരിച്ചൊരു അറ്റാക്ക് കൊണ്ട് തന്നെ ഹാളിനെ തിരിച്ച് ബാക്കിലേക്ക് ഇടുകയും ഹാളിൻ്റെ ശരീരത്തിൽ വളരെ വലിയ ആഴമേറിയ മുറിവുകൾ ഉണ്ടാകുകയും ചെയ്യും. ഹാളിനെ വീണ്ടും വീണ്ടും ലോക്കി അറ്റാക്ക് ചെയ്ത് താഴത്തേക്കിടുകയും പതുക്കെ അവനെ പൊക്കിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ലോക്കിയുടെ ഒരു ഷാഡോവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അത് കാണുന്നിടത്ത് എന്തൊരു മൃഗത്തിനെ പോലെയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു ഫോക്സിനെ പോലെ. ലോക്കി പതുക്കെ അവൻ്റെ പഴയ രൂപത്തിലേക്ക് വരും. എന്നിട്ട് തൻ്റെ റാഗ്നർ മുകളിലേക്ക് ഉയർത്തി. ഈ ടൈമിൽ ഹാറിൽ പറയുകയും ചെയ്യും, ലോക്കി എനിക്കറിയാമായിരുന്നു നിൻ്റെ ഉള്ളിൽ ആ ഒരു കോൺകറർ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ടൈമിലാണ് ലോക്കി ചോദിക്കുന്നത്, അല്ല താങ്കൾ തിരിച്ചു വന്നോ? അപ്പം പിന്നെ ഞാൻ വേണ്ട, നീ നിൻ്റെ ഗാർഡ് ഡ്രോപ്പ് ചെയ്യണ്ട. എനിക്ക് അധിക നേരം ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അല്ലെങ്കിലും നീ ഒന്ന് ചുറ്റിനും നോക്കിയേ. ഇനി ആരെന്നോട് പോർക്കാനായിട്ടാണ്? പക്ഷേ താങ്കൾ കൺട്രോൾ ചെയ്തിട്ടല്ലേ? അതെ, അത് ശരിയായിരിക്കും. എന്നാൽ എനിക്ക് തോന്നുന്നത് അത് കൺട്രോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതുപോലെയാണ്. ഞാനൊരു ദൈവമായി മാറിയെന്നാണ് എനിക്ക് തോന്നിയത്. ലോക്കി നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിനക്ക് മാത്രമേ എൽബഫിനെ മുന്നിലേക്ക് നയിക്കാനും സാധിക്കത്തുള്ളൂ. നിന്റെ ബ്രദറുമായിട്ട് ഇനി നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഷാങ്സിനെ കാണാൻ സാധിക്കും. എൽഡർ ജാലിൻ്റെ സൈഡിൽ ഷാങ്സും ഇരിപ്പുണ്ടായിരുന്നു. ആ ടൈമിലാണ് ലോക്കി പറഞ്ഞത്, താങ്കൾ ശരിക്കും വേഴ്സാണ്. ഒന്ന് ആലോചിക്കേ, സ്വന്തം മകൻ സ്വന്തം അച്ഛൻ്റെ ജീവൻ എടുക്കുന്നത് ആർക്ക് ചിന്തിക്കാൻ സാധിക്കും? അതൊരു അച്ഛൻ തന്നെ പറഞ്ഞാൽ. ആ ടൈമിലാണ് ഹാൾ പറയുന്നത്, ലോക്കി ഞാൻ നിന്നോട് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഞാൻ ഇടേനെ പറ്റി നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. താങ്കൾ എന്താണ് ഈ പറയുന്നത്? എനിക്കറിയാം നീ ആ ഒരു വില്ലേജ് കത്തിച്ചു കളഞ്ഞതുകൊണ്ട് അവളൊരിക്കലും തിരിച്ചു വരത്തില്ലെന്ന്. പക്ഷേ ആ ഒരു കാര്യം നീ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇടേനെ നീ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. ഇതേ സമയം തന്നെ ഹാളിലെ ആ ടാറ്റുവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ലോക്കി സമയമായിരിക്കുന്നു, എന്നെ തീർത്തേക്ക്. ഈ സമയത്ത് റാഗ്നർ മുകളിലേക്ക് ഉയർത്തിയിട്ട് ലോക്കി പറയും ചെയ്യും, ഞാൻ ഒരിക്കലും താങ്കളോട് പൊറുക്കത്തില്ല. കാര്യം എല്ലാ ഡേറ്റി വർക്കും താങ്കൾ എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിങ് ഹാളിനെ നേരെ ആ ഒരു റാഗ്നർ വരാൻ നിർത്ത് അവൻ പറയും ചെയ്യും, ലോക്കി ഐ ലവ് യു. പെട്ടെന്നായിരുന്നു ഒരു വലിയൊരു ഇടിമിന്നൽ ആ ഒരു ക്യാസിലേക്ക് വരുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് തൻ്റെ റാഗ്നർ യൂസ് ചെയ്ത് ലോക്കി ഹാളിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നതാണ്. ഈ സമയത്ത് തന്നെ ലോക്കി നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. അവൻ്റെ പഴയ ഓർമ്മകളും ലോക്കിയുടെ മനസ്സിലേക്ക് വരും. ലോക്കി എൻ്റെ പ്രിയപ്പെട്ട പുത്ര, ഇതൊന്നും ശരിക്കും മാറ്റർ ചെയ്യുന്നതല്ല. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എൽബഫിൻ്റെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.